ശാസ്ത്ര സാങ്കേതിക വിദ്യയിൽ ലോകരാഷ്ട്രങ്ങളുടെ മുന്നിൽ ഇന്ത്യയുടെ യശസ് ഉയർത്തുന്ന ചാന്ദ്ര പരിവേഷണ ദൗത്യമാണ് ചന്ദ്രയാൻ 3. ജൂലൈ 14 വിക്ഷേപിച്ച പേടകം വിജയകരമായി കുതിപ്പ് തുടരുന്നു. ലാൻഡർ മോഡ്യൂൾ പ്രൊപ്പൽഷൻ മോഡ്യൂളുമായി വേർപെട്ട് ലാൻഡർ ചന്ദ്രനിലേക്ക് അടുത്തുകൊണ്ടിരിക്കുന്നു. ആദ്യ 2 ഡീബൂസ്റ്റിംഗ് പ്രക്രിയയും വിജയകരമായി പൂർത്തിയാക്കി മുന്നേറുന്ന ചന്ദ്രയാൻ 3 പ്രതീക്ഷകൾ പോലെ ആഗസ്റ്റ് 23 ചന്ദ്രയാന്റെ ഉപരിതലത്തിൽ സോഫ്റ്റ് ലാൻഡിംഗ് നടത്തിയാൽ ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിൽ സോഫ്റ്റ് ലാൻഡിംഗ് നടത്തുന്ന ആദ്യ രാഷ്ട്രമായി ഇന്ത്യ മാറും. എന്നാൽ ഈ നേട്ടത്തിന് വെല്ലുവിളിയായാണ് റഷ്യ തങ്ങളുടെ ചാന്ദ്ര പരിവേഷണ ദൗത്യമായ ലൂണ 25 വിക്ഷേപിച്ചത്. ചന്ദ്രയാൻ 3 വിക്ഷേപിച്ച് 4 ആഴ്ചകൾക്കപ്പുറം ആഗസ്റ്റ് 11 ലൂണ 25 യാത്ര തിരിച്ചത്. പേടകത്തിന്റെ ഭാരം കുറവായതിനാലും നേരിട്ട് ചന്ദ്രോപരിതലം ലക്ഷ്യമിട്ടുള്ള യാത്രയായതിനാലും വളരെ കുറഞ്ഞ ദിവസങ്ങളിൽ ലൂണ 25 തന്റെ ലക്ഷ്യസ്ഥാനത്തെത്തും. ഏകദേശം ചന്ദ്രയാൻ 3 സോഫ്റ്റ് ലാൻഡിംഗ് നടത്താനിരിക്കുന്ന അതേ ദിവസം ആഗസ്റ്റ് 23 ഒന്നിച്ചോ അല്ലെങ്കിൽ നേരിയ വ്യത്യാസത്തിൽ അതിനു മുൻപോ. അങ്ങനെ വന്നാൽ ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിൽ ആദ്യ സോഫ്റ്റ് ലാൻഡിംഗ് നടത്തുന്ന രാജ്യമെന്ന ബഹുമതി ഇന്ത്യക്ക് നഷ്ടമാകും. അതും റഷ്യ കൊണ്ടുപോകും. എത്ര സൗഹൃദ രാഷ്ട്രമാണെന്ന് പറഞ്ഞാലും ലോകരാഷ്ട്രങ്ങൾക്ക് മുന്നിൽ ഒരു വൻ ശക്തിയായി ഇന്ത്യ മാറാൻ സാധ്യതയുള്ള ഒരു അവസരത്തിന്റെ നേട്ടത്തിനാണ് റഷ്യ നല്ലൊരു പണി കറക്റ്റ് സമയത്ത് തന്നെ കൊടുത്തിരിക്കുന്നത്. അതും റഷ്യയുടെ അവസാന ചാന്ദ്ര ദൗത്യം കഴിഞ്ഞ് 47 വർഷങ്ങൾക്കപ്പുറം ഇന്ത്യക്ക് ലഭിക്കാൻ സാധ്യതയുള്ള സുവർണ നേട്ടത്തിന് മുന്നിലാണ് റഷ്യയുടെ ഈ 8ന്റെ പണി. എന്തായാലും ചന്ദ്രയാൻ 3 ലൂണ 25 മത്സര ഓട്ടത്തിൽ തന്നെയാണ് ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവം ലക്ഷ്യമിട്ട്. അതിനിടയിൽ ചന്ദ്രോപരിതലത്തിലേക്കുള്ള സോഫ്റ്റ് ലാൻഡിംഗ് ഭാഗമായി പേടകത്തിന്റെ വേഗത കുറയ്ക്കുന്നതിൽ ചില സാങ്കേതിക തകരാർ ലൂണ 25 സംഭവിച്ചു എന്നാണ് റഷ്യൻ സ്പേസ് ക്രാഫ്റ്റ് ഏജൻസിയുടെ അറിയിപ്പ്. അതിനാൽ ലൂണ 25 സോഫ്റ്റ് ലാൻഡിംഗ് നടക്കുമോ എന്നതും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. കാത്തിരുന്ന് വീക്ഷിക്കാം. ലൂണ 25 ആണോ ചന്ദ്രയാൻ 3 ആണോ ആദ്യ സോഫ്റ്റ് ലാൻഡിംഗ് നടത്തുക എന്നത്. കൂടുതൽ അപ്ഡേറ്റുകൾക്കായി ചാനൽ ഒന്ന് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.